ഈസിയസ്റ്റ് ടൈം ആൻഡ് പ്രൈസ് കൺഫർമേഷൻ ട്രേഡ്. സോ നമ്മളെപ്പോഴും ഒരു ട്രേഡ് എടുക്കുമ്പോഴേക്കും ടൈം കൺഫർമേഷനും പ്രൈസ് കൺഫർമേഷനും കൂടി എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ട്രേഡ്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ടാർഗറ്റിലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അങ്ങനെ എടുത്തൊരു ട്രേഡിൻ്റെ എക്സാമ്പിളാണിത്. ഓക്കെ, ഞാൻ എടുക്കുന്നത് യൂറോ USD-ലാണ്. സോ യൂറോ USD-ൽ നമ്മൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ലോവർ ഹൈ ആൻഡ് ലോവർ ലോ ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് ഇവിടെ കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താ ഒരു ഡൗൺ ട്രെൻഡാണ് കാണിക്കുന്നത്. കാരണം നമ്മളിവിടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് പാറ്റേൺ ആണ് ഇവിടെ മാർക്കറ്റ് കാണിക്കുന്നത്. സോ ഒരു ഡൗൺ ട്രെൻഡ് പാറ്റേണിൽ നമ്മൾ ട്രേഡ് എടുക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ആക്ച്വലി എന്തായിരിക്കും, നമ്മളൊരു സെൽ ബൈസിലായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ആക്ച്വലി ഈ ഒരു ട്രേഡ് എടുക്കുന്നത് ന്യൂയോർക്ക് ടൈമിലാണ്. സോ ന്യൂയോർക്ക് നമുക്ക് ഇന്ത്യയിൽ ഓപ്പൺ ആവുന്നത് 5:30-ക്കാണ്, ആഫ്റ്റർ 5:30-ക്കാണ്. സോ 5:30-ക്ക് ശേഷം എന്താണ് മാർക്കറ്റ് ചെയ്തതെന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഈ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഈച്ച് ടൈം മാർക്കറ്റ് ലോസ് ബ്രേക്ക് ചെയ്യുമ്പോഴെല്ലാം ഇവിടെ ആക്ച്വലി ലിക്വിഡിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത്, കളക്ട് ആവുന്നത്. ഈ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റി, ഈ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റി എല്ലാമാണ് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തു, മാർക്കറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു മേജർ പുഷോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാം അവിടെ ഒരു സ്മാർട്ട് മണി ഇൻവോൾവ് അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ആൻഡ് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ടൈം കൺഫർമേഷൻ അല്ലെങ്കിൽ സെഷൻ്റെ വോളിയം കൂടി വരുമ്പോഴേക്കും നമ്മൾക്ക് മാർക്കറ്റ് കാണിച്ചു തരണം മാർക്കറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പോകണോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകണോ. കാരണം ഈ ഒരു പോയിന്റിൽ നമ്മൾ നോക്കിയാൽ മാർക്കറ്റ് ഈ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ആൻഡ് ഈ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ് ഇവിടെ ആക്ച്വലി ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെ ആക്ച്വലി മാർക്കറ്റ് കുറേ ലിക്വിഡിറ്റീസ് ഇവിടെ നിന്ന് ആക്ച്വലി ടേക്ക് ഔട്ട് ചെയ്താൽ പോയേക്കണേ. ആൻഡ് ഈവൻ ഈ ലോ വരെ മാർക്കറ്റ്, ഈ ലോയുടെ താഴെയുള്ള ലിക്വിഡിറ്റി വരെ മാർക്കറ്റ് ആക്ച്വലി ഈ ഒരു പോയിന്റിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കുറേ ലിക്വിഡിറ്റീസ് എടുത്തിട്ടുണ്ട്. ആൻഡ് ലിക്വിഡിറ്റീസ് എടുക്കുക മാത്രമല്ല ചെയ്തത്, ഈ ഒരു മൂവ്മെൻറ്റ് ക്യാൻഡിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ നല്ല രീതിയിൽ തന്നെ ഒരു വോളിയം പുഷ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു കൺഫർമേഷനാണ്. കാരണം മാർക്കറ്റ് ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളൊരു നല്ലൊരു കൺഫർമേഷനാണ്. ആ കൺഫർമേഷനെ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈവൻ ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ ഹൈസും ഇവിടെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. സോ മൾട്ടിപ്പിൾ ലോസിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റി എടുത്തു, മൾട്ടിപ്പിൾ ഹൈസും ഇവിടെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി. സോ നമ്മളെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ഡയറക്ഷണൽ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇവിടെ ലാസ്റ്റ് മാർക്കറ്റിൽ ഇവിടെ പുഷ് ചെയ്തേക്കുന്ന ഈ ഒരു സെൽ ഓർഡർ ക്യാൻഡിൽ ഉള്ളത് ഈ ഒരു ഏരിയയിലാണ്. സോ നമുക്ക് അത് തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യാം. സോ ആ ഒരു ക്യാൻഡിലോട്ട് തന്നെ വീണ്ടും പ്രൈസ് വന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി എൻട്രി എടുക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബൈ ലിമിറ്റ് ഓർഡർ ഇവിടെ വെക്കാം ആൻഡ് സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലോയുടെ താഴെ വെക്കാം. ആൻഡ് നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് നിയറസ്റ്റ് ലിക്വിഡിറ്റി തന്നെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. സോ അങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. സോ ഈ പോയിന്റിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മാർക്കറ്റ് ഓൾറെഡി ഈ ഹൈയുടെ മേലുള്ള ലിക്വിഡിറ്റിയെ കളക്ട് ചെയ്തിട്ടുണ്ട്, ഈ ഹൈയുടെ മേലുള്ള ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ എൻട്രിയിലോട്ട് വന്നിട്ട് മാർക്കറ്റ് ട്രിഗർ ആവണം. സോ നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ വന്ന് ട്രിഗർ ആയിട്ടില്ല, ഓൾറെഡി വന്ന് ടാപ്പായി. സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഹൈ ആയിരിക്കും, കാരണം ഇതാണ് ഇനി അടുത്ത ലിക്വിഡിറ്റി ഏരിയ. സോ നമുക്ക് അറൗണ്ട് ഒരു 3.43 RRൻ്റെ ട്രേഡും നമുക്ക് ഇവിടെ ഉണ്ട്. സോ ഇനി നമുക്ക് നോക്കാം നമ്മളുടെ ഫേവറിലാണോ മാർക്കറ്റ് പോയെന്നുള്ളത്. സോ ഞാൻ നോക്കിയതുപോലെ തന്നെ യെസ്, നമ്മളുടെ ടാർഗറ്റും എന്ത് ചെയ്തു, ഈസിലി ഹിറ്റായി. സോ ദാറ്റ്സ് ഹൗ ഐ ടുക്ക് ദിസ് ട്രേഡ്.